ശ്രീകൃഷ്ണ അവതാരം, രുക്മിണി സ്വയംവരം. വിദർഭ രാജാവായ ഭീഷ്മകന്റെ ഓമനപുത്രിയാണ് രുക്മിണി. 5 ജ്യേഷ്ഠ സഹോദരന്മാരുണ്ടായിരുന്നു അവൾക്ക്. ലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണി. അവളെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് പിതാവും മറ്റു ബന്ധുക്കളും നിശ്ചയിച്ചത്. എന്നാൽ രുക്മിണിയുടെ മൂത്ത സഹോദരനായ രുക്മി തൻ്റെ സഹോദരിയെ ചേതിരാജാവായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീർച്ചപ്പെടുത്തി. അവന് കൃഷ്ണൻ്റെ മഹത്വങ്ങളൊന്നും അറിയില്ലായിരുന്നു. മാതാപിതാക്കളെ നിന്ദിച്ചുകൊണ്ടാണ് തൻ്റെ ബന്ധുവായ ശിശുപാലന് സഹോദരിയെ നൽകാൻ രുക്മി തീരുമാനിച്ചത്. കൃഷ്ണൻ്റെ മഹിമകൾ തൻ്റെ തോഴിമാരിൽ നിന്ന് കേട്ടറിഞ്ഞ രുക്മിണിക്ക് കൃഷ്ണനെ തൻ്റെ ഭർത്താവായി ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അവൾ തനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആരും അറിയാതെ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൃഷ്ണനെ അറിയിക്കാനായി അദ്ദേഹത്തെ കൃഷ്ണസന്നിധിയിലേക്ക് അയച്ചു. ഭവതി ഒന്നുകൊണ്ടും വിഷമിക്കരുത്, കാര്യങ്ങളൊക്കെ കൃഷ്ണനെ കണ്ടു പറഞ്ഞ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ദ്വാരപാലകർ ബ്രാഹ്മണനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്രാഹ്മണനെ കണ്ട കൃഷ്ണൻ വേഗം എഴുന്നേറ്റ് ആദരവോടുകൂടി അദ്ദേഹത്തെ തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുത്തി പൂജിച്ചു. നല്ല ഭക്ഷണവും കൊടുത്ത് അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഭഗവാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സുഖമായിട്ടല്ലേ വസിക്കുന്നത്? എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാലും ധർമ്മത്തിൽ നിന്ന് പിന്മാറാതെ സന്തോഷമായി ജീവിക്കണം. ഉത്തമന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എത്ര സന്തോഷമുണ്ടായാലും അതിൻ്റെ കൂടെ ദുഃഖങ്ങളും ഉണ്ടാകും. ദേവേന്ദ്രനായാൽ പോലും അങ്ങനെയാണ് നിയമം. ആത്മലാഭമാണ് വലുതെന്ന് മനസ്സിലാക്കി അഹങ്കാരമൊക്കെ കളഞ്ഞ് സന്തോഷത്തോടെ കഴിയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാരും ബന്ധുക്കളുമെല്ലാം സുഖമായിട്ടിരിക്കുന്നുവോ? നദികളും മലകളും കോട്ടയും കടന്ന് ഇത്രയും ദൂരം നടന്ന് അങ്ങ് ഇവിടെ വരുവാനുണ്ടായ കാരണം എന്താണെന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയണം. ഞാൻ അറിയാത്തതാണെങ്കിൽ അങ്ങയ്ക്ക് എന്താണ് ആഗ്രഹമെന്ന് പറഞ്ഞാലും. ഭഗവാന്റെ ഇത്തരം മധുരവചനങ്ങൾ കേട്ട ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറഞ്ഞു, സർവ്വലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യം. ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് എനിക്ക് കിട്ടാനുള്ളത്? എൻ്റെ ജന്മം ഇപ്പോൾ സഫലമായി വന്നിരിക്കുന്നു. വിദർഭ രാജപുത്രിയായ രുക്മിണിയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. കാരുണ്യനിധിയായ ഭഗവാനെ കൃഷ്ണ, ഭക്തന്മാർ പറയുന്ന വാക്കുകളിൽ അപരാധമുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. സർവ്വലോകങ്ങളിൽ വെച്ച് സുന്ദരനായിരിക്കുന്ന അങ്ങയുടെ മഹത്വങ്ങൾ ജനങ്ങൾ വർണ്ണിക്കുന്നത് കേട്ട് അങ്ങയോടുള്ള അനുരാഗം അറിയിക്കാനായി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് രുക്മിണി. വിദ്യ, ധനം, രൂപസൗന്ദര്യം, അമൃതസരമായ വാക്കുകൾ, വീരശൗരാദികൾ, കുലമഹിമ, ധൈര്യം തുടങ്ങിയ ഗണങ്ങൾ നിറഞ്ഞ അങ്ങയ്ക്ക് തുല്യനായി ഈ ലോകത്ത് മറ്റാരുമുണ്ട്? അങ്ങനെയുള്ള അങ്ങയെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ 3 ലോകത്തിലും ആരാണുള്ളത്? അതുപോലെ തന്നെ ഞാൻ ഭഗവാനെ മനസ്സാ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു. ഇനി അങ്ങ് വൈകാതെ വന്ന് എന്നെ കൂട്ടുകൊണ്ടുപോകണം. ജ്യേഷ്ഠനായ രുക്മി എന്നെ ചേതിരാജാവായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സിംഹരാജൻ്റെ കയ്യിൽ നിന്ന് കുറുക്കൻ ഭക്ഷണം കൊണ്ടുപോകുന്നത് പോലെ അങ്ങയുടേതായി തീർന്ന എന്നെ അയാൾ കൊണ്ടുപോകും. വിഷ്ണുപ്രീതിക്കായി ഞാൻ പൂജകൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഭഗവത് പ്രസാദം ഉണ്ടെങ്കിൽ അങ്ങ് എനിക്ക് ഭർത്താവായി വരണം. കരുണാനിധിയായ അങ്ങ് ചതുരംഗപ്പടയോടെ കൂടെ വന്ന് ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകണം. അന്തപുരത്തിൽ എന്നെ ബന്ധനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ ബന്ധുക്കളെ വധിച്ചിട്ട് വേണം അങ്ങ് കൊണ്ടുപോകാൻ. പിന്നെ ഒരു വഴിയുണ്ട്, അങ്ങ് അതുകൂടി കേട്ടാലും. കല്യാണത്തിന് മുമ്പ് കുലദൈവത്തെ തൊഴുന്നതിനായി ക്ഷേത്രത്തിന് പോകുമ്പോൾ അങ്ങ് എന്നെ വന്ന് തേരിൽ കയറ്റി കൊണ്ടുപോയാൽ മതി. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരെല്ലാം പൂജിക്കുന്ന അങ്ങയുടെ കൃപ എന്നോട് ഉണ്ടായില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടി അങ്ങ് അറിയണം. ഞാൻ കൊടുങ്കാട്ടിൽ പോയി വെയിലും മഴയും സഹിച്ച് ആഹാരവും ജലപാനീയവും ഉപേക്ഷിച്ച് അങ്ങയുടെ കൃപ ഉണ്ടാകുന്നത് വരെ എത്ര ജന്മമായാലും തപസ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും വിവരങ്ങൾ അങ്ങയെ അറിയിക്കാനാണ് രുക്മിണി എന്നെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. കാരുണ്യനിധിയായ അങ്ങ് വേണ്ടത് ചെയ്യുമാറാകണം. ഇങ്ങനെ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് കൃഷ്ണൻ പറഞ്ഞു, സുന്ദരിമാരിൽ ശ്രേഷ്ഠയായിരിക്കുന്ന രുക്മിണിക്ക് എന്നിൽ അത്ര അനുരാഗമുണ്ടെങ്കിൽ എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു. ഞാനും കുറേ കാലമായി രുക്മിണിയെ കിട്ടുവാനായി മോഹിച്ചതാണ്. ഞാൻ ആ ആഗ്രഹം മനസ്സിൽ ഒതുക്കി കഴിയുകയായിരുന്നു. ശത്രുക്കളെല്ലാം ജയിച്ച് രുക്മിണിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരും.
അതിനോട് സംശയവുമില്ല. രുക്മിക്ക് പണ്ടേ തന്നെ എന്നോട് ശത്രുതയായിട്ടുള്ളതായി എനിക്കറിയാം. ബോധമില്ലാതെ ഞാനെന്ന ഭാവം കാട്ടി നടക്കുന്ന അധമന്മാരായ രാജാക്കന്മാരെയെല്ലാം ജയിച്ച് രുക്മിണിയെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോരുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ബ്രാഹ്മണനുമൊത്ത് തേരിൽ കയറി പുറപ്പെട്ടു. വിദർഭ രാജാവ് ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. രാജ്യമെല്ലാം കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ചു. വിവിധ വർണ്ണത്തിലുള്ള ദീപങ്ങൾ ജ്വലിപ്പിച്ചു. സൽക്കർമ്മങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ബ്രാഹ്മണ ശ്രേഷ്ഠരെ കൊണ്ടുവന്ന് കാൽ കഴുകിച്ച് പൂജിച്ച് സൽക്കരിച്ചു. അവർക്ക് പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു. സുന്ദരിമാരൊക്കെ കൂടി കന്യകയെ കുളിപ്പിച്ച് പൊന്നും പട്ടുവസ്ത്രങ്ങളും അണിയിച്ചു. വാദഘോഷങ്ങൾ ആരംഭിച്ചു. രാജാവ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെയെല്ലാം സ്വീകരിച്ചു. ശിശുപാലനും മറ്റു രാജാക്കന്മാരും കൂടി കൃഷ്ണൻ വന്നാൽ എതിർത്ത് തോൽപ്പിക്കണമെന്ന തീരുമാനത്തിലെത്തി. അവർ അതിനായി ഒരുങ്ങി നിന്നു. രുക്മിണിയെ കൊണ്ടുവരാൻ കൃഷ്ണൻ ഒരുങ്ങി നിൽക്കുന്നതും അതിനെ എതിർക്കാൻ രുക്മിണിയും കൂട്ടുകാരും തയ്യാറാക്കി നിൽക്കുന്നതും ബലരാമൻ അറിഞ്ഞു. സഹോദര വാത്സല്യം കൊണ്ട് ബലരാമൻ തൻ്റെ സേനയും ഒന്നിച്ച് കുണ്ടീന രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. ശിശുപാലനുമായിട്ടുള്ള വിവാഹ മുഹൂർത്തം അടുത്തിട്ടും കൃഷ്ണൻ വന്നില്ലല്ലോ എന്ന ആശങ്കയായി രുക്മിണിക്ക്. മാത്രമല്ല, വിവരം പറയാൻ പോയ ബ്രാഹ്മണനും വന്നില്ലല്ലോ എന്നോർത്ത് രുക്മിണി സങ്കടപ്പെട്ടു. അവൾ കൃഷ്ണനെ മനസ്സാൽ ധ്യാനിക്കാൻ തുടങ്ങി. ബ്രാഹ്മണൻ കൃഷ്ണനോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നാൽ എന്താണ് വിപ്രനും കൃഷ്ണനും ഇങ്ങോട്ട് എത്താത്തത്? ഞാൻ അത്രയ്ക്ക് ഭാഗ്യഹീനയായിരിക്കുമോ? എപ്പോഴും എന്നെ രക്ഷിക്കുന്ന ഭഗവാൻ പരമേശ്വരനും ദേവിയും എന്നെ കൈവിട്ടുവോ? ഇങ്ങനെയെല്ലാം ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന രുക്മിണിയുടെ ഇടതുഭാഗം വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ അഭീഷ്ടം സാധിക്കുമെന്ന് കരുതി അപ്പോൾ അവൾ സന്തോഷിച്ചു. അപ്പോഴേക്കും ബ്രാഹ്മണശ്രേഷ്ഠൻ അവിടെ എത്തി. ബ്രാഹ്മണൻ്റെ മുഖത്തെ സന്തോഷഭാവം കണ്ടപ്പോൾ തന്നെ തൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന് രുക്മിണി മനസ്സിൽ ഓർത്തു. അല്ലയോ സുന്ദരി രാജകുമാരി, നീ ഒട്ടും ദുഃഖിക്കേണ്ട. കൃഷ്ണൻ വന്ന് നിന്നെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. അതിനായി കൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ പോയ കാര്യമെല്ലാം സാധിച്ചു വന്നിരിക്കുന്നു. കൃഷ്ണൻ നിന്നെയും കാത്തു നിൽക്കുകയാണ്. ജ്യേഷ്ഠനായ ബലരാമനും സൈന്യസമേതം എത്തിയിട്ടുണ്ട്. ഇനി ഭവതി കൃഷ്ണനും ഒന്നിച്ച് പോയി ദ്വാരകയിൽ സുഖമായി വസിച്ചാലും. അത് കാണാൻ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച രുക്മിണി ബ്രാഹ്മണന് ധാരാളം വസ്ത്രങ്ങളും ധനവും കൊടുത്ത് സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. നന്നായി വരുമെന്ന് ആശീർവദിച്ച് ബ്രാഹ്മണശ്രേഷ്ഠൻ യാത്ര ചെയ്തു. കൃഷ്ണനും രാമനും എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ ഭീഷ്മക രാജാവ് വേഗം ചെന്ന് അവരെ എതിരേറ്റ് പൂജിച്ചു. കൃഷ്ണൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം കൃഷ്ണനെ കാണാൻ വന്നു. സുന്ദരനായ കൃഷ്ണനെ കണ്ടപ്പോൾ ജനങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി: സുന്ദരിയായ രുക്മിണിക്ക് ഭർത്താവായിരിക്കാൻ കൃഷ്ണനോളം യോഗ്യനുള്ള മറ്റാരുമില്ല. ശിശുപാലൻ രുക്മിണിക്ക് ഒട്ടും ചേർന്നവനല്ലെന്നും അവർ വിധി എഴുതി. എന്നും പൂജിക്കുന്ന ഭഗവാൻ തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. ദേവിയെ വന്ദിക്കാനായി തോഴിമാരും അന്തപുര സ്ത്രീകളും കൂടി രുക്മിണിയെ ആനയിച്ചു. വാദ്യഘോഷങ്ങളോടുകൂടി ആ യാത്രയ്ക്കിടയിലും രുക്മിണി കൃഷ്ണനെ മനസ്സിലുറപ്പിച്ച് കൃഷ്ണനാമം ജപിച്ചുകൊണ്ടേയിരുന്നു. രുക്മിണി ദേഹശുദ്ധി വരുത്തി അമ്പലത്തിനകത്തേക്ക് കടന്നു. ഓരോരോ കാഴ്ചകൾ കണ്ട് നടന്നിരുന്ന കൃഷ്ണൻ ദേവീക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ അവിടെ നിലയുറപ്പിച്ചു. നന്ദൻ തൻ്റെ ഭർത്താവായി വരണമെന്ന് പ്രാർത്ഥിച്ച് രുക്മിണി പുറത്തു കടന്നു. ലോകം മുഴുവൻ പ്രകാശിക്കുന്ന പോലെയുള്ള തേജസ്സോടുകൂടിയ രുക്മിണിയെ കണ്ട് എന്തൊരാശ്ചര്യം എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. രുക്മിണി തൻ്റെ മുഖത്തെ മറ നീക്കി തൻ്റെ നാഥനെ കാണാനായി ചുറ്റും നോക്കി. വീരരാജാക്കന്മാർ നോക്കി നിൽക്കെ തന്നെ കൃഷ്ണൻ രുക്മിണിയെ കൈപിടിച്ച് തേരിലേക്ക് കയറ്റി. പണ്ട് അസുരസഭയിൽ ചെന്ന് അമർന്നു കൊണ്ടുപോയതുപോലെ കൃഷ്ണൻ രുക്മിണിയെ തേരിലേറ്റ് കൊണ്ടുപോയി. സ്ത്രീകളും ബ്രാഹ്മണന്മാരും ഭീഷ്മക രാജാവും കൃഷ്ണനെ പുകഴ്ത്തി. ദേവന്മാർ അവരുടെ മേൽ വർഷിച്ചു. അപ്പോൾ മറ്റു രാജാക്കന്മാർ തമ്മിൽ പറയാൻ തുടങ്ങി: ഇത് കണ്ട് ക്ഷമിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളെല്ലാം ചേർന്ന് കുമാരിയെ കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരണം. ഇങ്ങനെ തീരുമാനിച്ച് അവർ തേര് തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്തു. കൃഷ്ണനും രാമനും അതിയായ കോപത്തോടെ അവരുടെ മേൽ ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി. അവർ നൃപന്മാരെയെല്ലാം കൊന്നൊടുക്കി. യാദവ വീരന്മാർക്ക് ബാണമേൽക്കുന്നത് കണ്ട് കൃഷ്ണൻ ആശങ്കാകുലനായി. ഭഗവാന്റെ മുഖത്ത് ക്ഷീണഭാവം കണ്ട രുക്മിണിക്ക് സങ്കടമായി. രുക്മിണിയോട് ഒട്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആശ്വസിപ്പിച്ചു. ഭാര്യയെ മോഹിച്ചു വന്ന ശിശുപാലൻ എല്ലാ ശൗര്യവും പോയി ദുഃഖിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ജരാസന്ധൻ പറഞ്ഞു:
ഇപ്പോൾ പരാജയപ്പെട്ടതിൽ അങ്ങ് ദുഃഖിക്കരുത്. എല്ലാം ഈശ്വര നിശ്ചയമാണ്. കാലഗതിക്കനുസരിച്ച് മനുഷ്യർക്കെല്ലാം ദുഃഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സമയം മാറി എല്ലാം ശുഭമായി വരുന്നൊരു സമയം വരും. അപ്പോൾ കൃഷ്ണനെ ജയിച്ച് രുക്മിണിയെയും കൊണ്ടുവരാം. 17 തവണ യുദ്ധം ചെയ്തു പരാജയപ്പെട്ട ഞാൻ 18ാമത്തെ തവണ ജയിച്ചു. അതുപോലെ ഒരു ദിവസം നമുക്കും വിജയം വരും. അങ്ങ് ദുഃഖിക്കാതെ സമാധാനമായി കൊട്ടാരത്തിലേക്ക് പോയാലും. ജരാസന്ധൻ്റെ വാക്കുകൾ കേട്ട് ശിശുപാലന സമാധാനമായി. യുദ്ധത്തിൽ പരാജയപ്പെട്ട് അഭിമാനിതനായ രുക്മി രാജാക്കന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഞാൻ പോയി എൻ്റെ സഹോദരിയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരും, അല്ലാതെ ഞാൻ ഈ രാജ്യത്ത് വാഴുകയില്ല എന്നത് സത്യം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത് രുക്മി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. നിന്റെ നിർമോഹം അത്ഭുതം തന്നെ. എൻ്റെ സഹോദരിയെ കട്ടുകൊണ്ടുപോയി നിന്റെ ഗൃഹത്തിൽ സുഖമായി വസിക്കാമെന്ന് നീ കരുതിയെങ്കിൽ അത് നടക്കില്ല. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എൻ്റെ സഹോദരിയെ ഇങ്ങോട്ട് വിട്ടുതരിക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞ് 3 ശരങ്ങൾ എടുത്ത് കൃഷ്ണൻ്റെ നേർക്ക് തൊടുത്തുവിട്ടു. കൃഷ്ണൻ അസ്ത്രങ്ങളാൽ തന്നെ അവ 3 മുറിച്ചു കളഞ്ഞു. അപ്പോൾ രുക്മി വീണ്ടും അസ്ത്രമെടുത്തു. അതും മുറിച്ച് കൃഷ്ണൻ രുക്മിയോട് ഏറ്റുമുട്ടി. ഒടുവിൽ പരാജയപ്പെട്ട രുക്മിയെ കൃഷ്ണൻ വധിക്കാനൊരുങ്ങി. അതുകൊണ്ട് രുക്മിണി കണ്ണീരോടുകൂടി ഭഗവാന്റെ കാൽക്കൽ വീണ് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, കൃപാവാരിതേ, എന്നെ അങ്ങ് സ്വീകരിച്ച ഈ ശുഭമുഹൂർത്തത്തിൽ എൻ്റെ സഹോദരനെ വധിച്ച എനിക്കത് വല്ലാത്ത ദുഃഖമായി തീരും. ബോധമില്ലാതെ ഇവൻ ചെയ്ത അപരാധം അങ്ങ് ക്ഷമിച്ച് ഇവനെ വെറുതെ വിടണം. രുക്മിണിയുടെ വാക്ക് കേട്ട കൃഷ്ണൻ അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് കരുതി അവൻ്റെ മീശ കരിച്ച് അവനെ വിരൂപനാക്കി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബലഭദ്രൻ വിരൂപനായ രുക്മിണിയെ കണ്ട് കൃഷ്ണനോട് പറഞ്ഞു: കൃഷ്ണ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ബന്ധുവിനെ വിരൂപനാക്കുക എന്ന് പറഞ്ഞാൽ അവനെ വധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് രുക്മിയെ ബന്ധനത്തിൽ നിന്ന് വിട്ടയച്ചു. എന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു: അല്ലയോ മനോഹരി, നീ ഇത് കണ്ട് ദുഃഖിക്കുകയൊന്നും വേണ്ട. മനസ്സിൽ ദുഃഖവും സുഖവും ഒക്കെ ഉണ്ടാകുന്നത് അജ്ഞാനം കൊണ്ട് മാത്രമാണ്. സുഖദുഃഖങ്ങളും അഹങ്കാരവുമൊക്കെ ദേഹത്തിന് മാത്രമാണുള്ളത്. ഞാനെന്നും എൻ്റേതെന്നും ഒക്കെ കരുതുന്നത് ആത്മാവിലല്ല, ശരീരത്തിൽ മാത്രമാണ്. ആത്മാവിനെ അറിഞ്ഞാൽ അതൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ മായാവിഭ്രമങ്ങളൊക്കെ കളഞ്ഞ് സുഖമായി വസിക്കുക. ഇങ്ങനെ രാമൻ്റെ വിജ്ഞാനപ്രദമായ വാക്കുകൾ കേട്ട് ദുഃഖം തീർന്ന് രുക്മിണി സന്തോഷവതിയായി. സഹോദരിയെയും കൊണ്ടല്ലാതെ രാജ്യത്തേക്ക് വരികയില്ലെന്ന് ശപഥം ചെയ്ത രുക്മി കുണ്ടനത്തേക്ക് പോയില്ല. അയാൾ ഭോജഘടകം എന്നു പേരായ കൊട്ടാരം പണികഴിപ്പിച്ച് അവിടെ വസിച്ചു. കൃഷ്ണൻ രുക്മിണിയോടൊത്ത് ദ്വാരകയിലെത്തി. ദ്വാരകാവാസികളെല്ലാം കൃഷ്ണൻ്റെ കല്യാണം ആഘോഷമായിരുന്ന രീതിയിൽ ഒരുക്കത്തിലായിരുന്നു. അവർ രാജ്യമാകെ അലങ്കരിച്ചു. ദ്വാരക ഒരു സ്വർഗലോകം പോലെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും ആഹ്ലാദത്തിമർപ്പിലായിരുന്നു. വാദഘോഷങ്ങളോടെ നല്ലൊരു മുഹൂർത്തത്തിൽ കൃഷ്ണൻ രുക്മിണിയെ വിധിപ്രകാരം വിവാഹം കഴിച്ചു. അങ്ങനെ ഭഗവാൻ രുക്മിണിയോടുകൂടി ഗൃഹസ്ഥാശ്രമം ആരംഭിച്ചു.